വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് ഔട്ടിംഗ് ആണ് ദോഹയിലെ എസ്പേ പാർക്കിലേക്ക്. മറ്റു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഖത്തർ ചെറിയൊരു രാജ്യമാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നത് ഇവിടെയാണ്. ഖത്തറിൻ്റെ ക്യാപിറ്റലാണ് ദോഹ. വളരെ സമാധാനപരമായ ഒരു നാടാണിത്. ഈ കാണുന്ന പിങ്ക് കളറിലുള്ള ചെടി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കടലാസ് ചെടി അഥവാ അലങ്കാരമല്ലി, ബോഗൺവില എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണിത്. ഇവിടെ ഇവ നല്ല രീതിയിൽ തന്നെ വെട്ടി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുമാണ്. ഈ ചെടിക്ക് നല്ല വെയിലാണ് ആവശ്യം. അതുകൊണ്ട് ഗൾഫ് നാടുകളിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇവയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഒരുപാട് വെറൈറ്റിയും നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇവയെ നല്ല രീതിയിൽ തന്നെ വെട്ടി നിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഇങ്ങനെ ഒരു ചെടി ഉണ്ട്. ഇതാണ് എസ്പയർ പാർക്ക്. നല്ലൊരു പച്ചപ്പുള്ള സ്ഥലം. ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് വിശ്രമിക്കാനും ഇഷ്ടം പോലെ സ്ഥലം. സൈക്കിൾ ചവിട്ടുന്നവർക്കും നടക്കുന്നവർക്കും പ്രത്യേകം ട്രാക്ക് തന്നെയുണ്ട് ഇവിടെ. ഈ ഒരു മരം കാണുന്നില്ലേ? അതിൻ്റെ തടി കണ്ടോ? ഇതുപോലത്തെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. ഒരു പ്രത്യേക തരം തടി. ഇനി ഇവിടെ ഒരു ചെറിയ തടാകവും ഉണ്ട്. അതിൽ കുറേ മീനുകളും കുറേ താറാവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇതിലേക്കൊന്നും ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളതൊന്നും ഇട്ടുകൊടുക്കരുതെന്ന് പ്രത്യേകം പറയാറുണ്ട്. കണ്ടില്ലേ, എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ ചെടി. ഇതുപോലൊരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഓടി നടക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ഓടി നടക്കുമ്പോൾ അവർ നനയുകയും അവരതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നത് കാണും. കണ്ടില്ലേ, മുതിർന്നവരും ഇത് ആസ്വദിക്കുന്നു. ഞങ്ങളും ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ളത് മരത്തിൻ്റെ ചെറിയ പീസുകളാണ്. അതെന്ത് മരമെന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളാണിത്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും ചെറിയ രീതിയിലുള്ളൊരു ബോട്ടിങ്ങും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രായക്കാരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണിത്. നൈറ്റ് വ്യൂവും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കാലാവസ്ഥയുള്ള സമയത്തും ഈവനിങ്ങും നൈറ്റും എപ്പോഴും ഇവിടെ ആൾക്കാർ സജീവമാണ്. ഈ ഒരു തടാകത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്രിഡ്ജുമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.